Hi, welcome back to Flutter Developer course. നമ്മൾ ഇനി ലിസ്റ്റിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ അക്വേറിയം എന്ന് പറയുന്ന ഒരു എക്സാമ്പിളിലാണ് നമ്മൾ ആ ലിസ്റ്റ് ഉപയോഗിച്ചിരുന്നു. ഇനി ഈ ലിസ്റ്റിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അതായത് ഞാനിവിടെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. വാർ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യണം. ഇതൊരു അറേ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഇതിൽ ഞാൻ കൊടുക്കുകയാണ് ആപ്പിൾ, ഓറഞ്ച്, പൈനാപ്പിൾ. ഓക്കെ, അപ്പോഴേക്കും ഇതൊരു ലിസ്റ്റാണ് അല്ലേ. ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഒരു ലിസ്റ്റാണ്. ഈ ലിസ്റ്റിൻ്റെ അകത്ത് 3 ഐറ്റംസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഐറ്റംസ് എനിക്ക് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ പ്രിൻറ്റ് ഫ്രൂട്ട്സ് എന്ന് കൊടുക്കാം. ഓക്കെ, നമുക്ക് റൺ ചെയ്യാം. കൺട്രോൾ ആ. അപ്പോഴേക്കും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ആപ്പിൾ, ഓറഞ്ച്, പൈനാപ്പിൾ എന്ന് പ്രിൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ലിസ്റ്റിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഐറ്റം മാത്രം എനിക്ക് പ്രിൻറ്റ് ചെയ്താൽ മതി. ഉദാഹരണം പറയുകയാണെങ്കിൽ ഓറഞ്ച് എനിക്ക് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്തായിരിക്കും ചെയ്യേണ്ടത്? എനിക്ക് അതിൻ്റെ ഇൻഡെക്സാണ് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടത്. പ്രിൻറ്റ് ഓഫ് ഫ്രൂട്ട്സ് ഓഫ് 1. ഇവിടെ ഞാൻ 1 എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഒരു ലിസ്റ്റ് ൻ്റെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് അല്ലെങ്കിൽ ഒരു അറേയുടെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0th പൊസിഷനിലായിരിക്കും. അതായത് ആപ്പിൾ 0 ആയിരിക്കും, ഓറഞ്ച് ഫസ്റ്റ് പൊസിഷനിലായിരിക്കും, പൈനാപ്പിൾ എന്ന് പറയുന്നത് 2nd പൊസിഷനിലായിരിക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ 1 ഉപയോഗിച്ചത്. ഓക്കെ, അപ്പോൾ 1 വെച്ച് ആക്സസ് ചെയ്യുമ്പോഴാണ്, ഫ്രൂട്ട്സ് ഓഫ് 1 എന്ന് കൊടുത്തു കഴിയുമ്പോഴാണ് എനിക്ക് ഓറഞ്ച് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി എനിക്ക് ഒരു ഫിക്സഡ് ലെങ്ത് ഉള്ള ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ വാക്കാസ് ഈസ് ഈക്വൽ ടു ന്യൂ ലിസ്റ്റ് കൊടുക്കണം. ഇതിൻ്റെ മാക്സിമം ഐറ്റം ഇതിൻ്റെ അകത്ത് 3 ആയിരിക്കും. ഓക്കെ, കാർസിലേക്ക് എനിക്ക് 3 ഐറ്റം മാത്രമേ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കൂ. എങ്ങനെ സ്റ്റോർ ചെയ്യാൻ സാധിക്കും? കാർസ് ഓഫ് എനിക്കിങ്ങനെ കൊടുക്കാൻ സാധിക്കും ഈക്വൽ ടു ടിയാഗോ കാസ് 1 ലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? നെക്സോൺ കാസ് നാനോ. ഓക്കെ, അപ്പോഴേക്കും ഇതെനിക്ക് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രിൻറ്റ് കാസ് കൊടുത്താൽ മതി. കൺട്രോൾ ആർ പ്രസ് ചെയ്യാം. നമുക്കിവിടെ കാണാൻ സാധിക്കും ടിയാഗോ നെക്സോൺ നാനോ എന്ന് പറഞ്ഞു വന്നിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ മാക്സിമം ഐറ്റംസ് 3 ആണ്. അതിൽ കൂടുതൽ എനിക്ക് നൽകാനായിട്ട് സാധിക്കില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ കാസിലേക്ക് 3ാമത്തെ ഒരു ഐറ്റം കൂടെ ആഡ് ചെയ്യുന്നു. ഇത് ഫിക്സഡ് ലെങ്ത് ലിസ്റ്റാണല്ലോ അല്ലേ. അതിൽ കൂടുതൽ ഐറ്റംസിനെ എനിക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിലേക്ക് ഞാൻ വേറൊരു കാറും കൂടെ കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ BMW നൽകുന്നു. ഇനി ഞാനത് റൺ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്തായിരിക്കും? എനിക്ക് എക്സെപ്ഷൻ ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കാം. ഇവിടെ ഉണ്ടാകുന്ന എക്സെപ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എൻ്റെ റേഞ്ചാണ് പ്രശ്നം. ഇവിടെ ഞാൻ BMW പുതിയതായിട്ട് ആഡ് ചെയ്തതാണ്. എൻ്റെ ഇവിടെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ലിസ്റ്റാണ്. അതിലേക്ക് ഒരു 4ാമത് ഐറ്റം എനിക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് റേഞ്ച് എറർ ഇവിടെ എക്സെപ്ഷനായിട്ട് വരും. ഇനി നമുക്ക് മറ്റൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. മൊബൈൽ. ഇതിലേക്ക് ഞാൻ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളെ ആഡ് ചെയ്യുന്നു. ആൻഡ്രോയിഡ്, iOS, iPadOS. ഓക്കെ, ഇങ്ങനെ 3 ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളെ ഞാൻ മൊബൈലിലേക്ക് ആഡ് ചെയ്യുന്നു. എന്നിട്ട് എനിക്ക് ഈ മൊബൈലിലേക്ക് ഈ മൊബൈൽ എന്ന് പറയുന്ന ലിസ്റ്റിൻ്റെ നെയിം യൂസ് ചെയ്തിട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ മൊബൈൽ ഡോട്ട് ആഡ് എന്ന് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് എനിക്ക് പുതിയൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് അതിലേക്ക് എൻ്റെ വാല്യൂ ഞാൻ പാസ് ചെയ്യാം. ഞാൻ പുതിയതായിട്ട് ആഡ് ചെയ്യുന്നത് ഫ്യൂഷ്യ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ആഡ് ചെയ്തു. ഇനി എൻ്റെ ലിസ്റ്റ് ഞാൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത് എൻ്റെ ലിസ്റ്റിൽ വരുന്നതായിരിക്കും. മൊബൈൽ എന്ന് കൊടുക്കുന്നു, സെമിക്കോളൻ 10, കൺട്രോൾ ആ. ഇവിടെ പുതിയ ലിസ്റ്റ് കാണാൻ സാധിക്കും. ആൻഡ്രോയിഡ്, iOS, iPadOS, ഫ്യൂഷ്യ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് എനിക്കിതിലെ ഒരു ഐറ്റം റിമൂവ് ചെയ്യാനായിട്ടും സാധിക്കും. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് 2nd ഐറ്റം റിമൂവ് ചെയ്യണമെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോഴത്തെ നമ്മുടെ 2nd ഐറ്റം എന്ന് പറയുന്നത് ഏതാണ്? iOS ആണ് അല്ലേ. അപ്പോൾ iOS എനിക്ക് റിമൂവ് ചെയ്യണമെന്ന് വിചാരിക്കാം. എൻ്റെ ലിസ്റ്റിന് പേര് നൽകുന്നു, മൊബൈൽ ഡോട്ട് റിമൂവ് അറ്റ് എന്ന് കൊടുക്കാം. എന്നിട്ട് എൻ്റെ ഇൻഡെക്സ് പൊസിഷനാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ iOS ആണ് എനിക്ക് റിമൂവ് ചെയ്യേണ്ടത്. ഞാൻ ഫസ്റ്റ് ഇൻഡെക്സ് പറഞ്ഞു കൊടുക്കുന്നു. ദെൻ കൺട്രോൾ ആ.
ഓക്കെ, നമ്മൾ ഇപ്പോഴേക്കും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ iOS പോയിട്ടില്ല, ഞാൻ പ്രിൻറ്റ് ചെയ്തിട്ടില്ല. പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലിസ്റ്റ് പ്രിൻറ്റ് ചെയ്യണം. ഓക്കെ, Ctrl+R. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും iOS നമ്മുടെ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ആയിരിക്കുകയാണ്. ആൻഡ്രോയിഡ്, iPadOS, ഫ്യൂഷ്യ മാത്രമേ ഇപ്പോൾ നമ്മുടെ ലിസ്റ്റിലുള്ളൂ. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഇതിലെ ലാസ്റ്റ് ഐറ്റമായ ഫ്യൂഷ്യ എനിക്ക് റിമൂവ് ചെയ്യണമെന്ന് വിചാരിക്കാം. മൊബൈൽ ഡോട്ട് റിമൂവ് ലാസ്റ്റ്. അതിനുശേഷം നമുക്ക് പ്രിൻറ്റ് ചെയ്യാം മൊബൈൽ Ctrl+R പ്രസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ ലിസ്റ്റിൽ ആൻഡ്രോയിഡും iPadOSഉം മാത്രമേ ഉള്ളൂ. ഇനി എൻ്റെ ഫുള്ള് ലിസ്റ്റ് ക്ലിയർ ചെയ്യണം എന്ന് വിചാരിക്കുക. എൻ്റെ ലിസ്റ്റിൽ ഇനി ഒരു ഐറ്റംസ് ഒന്നും വേണ്ട, ഇനി എൻ്റെ ലിസ്റ്റ് ഫുള്ള് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താലും മതി, മൊബൈൽ ഡോട്ട് ക്ലിയർ എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് എംപ്റ്റി ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. ചില കേസിൽ നമുക്ക് ലിസ്റ്റ് ലൂപ്പ് ചെയ്യേണ്ട കേസുകൾ ഉണ്ടാകാറുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ കുറേയധികം നെയിംസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നെയിംസ് എല്ലാം പ്രിൻറ്റ് ചെയ്യുക. അപ്പോഴേക്കും ഓരോ വാല്യൂ പോയി നമുക്ക് എടുത്ത് പ്രിൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ്. അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ലൂപ്പ് ത്രൂ ചെയ്യാനായിട്ട് സാധിക്കും. അതങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പുതിയ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. നെയിംസ് ഈക്വൽസ് ജോൺ രവി നിക്കിൻ റോക്കി ജോ. അപ്പോഴേക്കും ഇതിലൂടെ എനിക്ക് ഇതിലെ എല്ലാ നെയിംസും ഇൻഡെക്സ് സഹിതം എനിക്ക് പ്രിൻറ്റ് ചെയ്യണം എന്ന് വിചാരിക്കാം. അപ്പോഴേക്കും അതെനിക്ക് ലൂപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമ്മൾ ഫോർ ഈച്ച് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്കങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. നെയിംസ് ഡോട്ട് ഫോർ ഈച്ച് എന്ന് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ അകത്ത് ഒരു എലമെൻ്റ് ഉണ്ട്. ഇവിടെ എലമെൻ്റ് എന്ന് പറയുന്ന ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു പാരാമീറ്ററാണ്. അതായത് ഇതൊരു അനോണിമസ് ഫങ്ഷനാണ്. ഇതിലേക്ക് ഞാൻ പ്രിൻറ്റ് ചെയ്യാണ്. പ്രിൻറ്റ് ഞാൻ കൊടുക്കുകയാണ് $names dot index of element എന്ന് കൊടുത്തു. അതിനുശേഷം ഞാൻ എന്താണ് കൊടുക്കുന്നത്, ഒരു കോളൻ കൊടുത്തു. അതായത് ഇൻഡെക്സ് ആണ് ഞാനിവിടെ റിസീവ് ചെയ്തിരിക്കുന്നത്. ഇനി എന്താണ്, എനിക്ക് അതിൻ്റെ അകത്തെ എലമെൻറ്റ് പ്രിൻറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ $element എന്ന് കൊടുത്താൽ മതി. ഓക്കെ, നമുക്കിനി ഇത് റൺ ചെയ്യാം. Ctrl+R പ്രസ് ചെയ്യാം. നമുക്കിവിടെ കാണാൻ സാധിക്കും ഓരോ പൊസിഷനിലും ഓരോ വാല്യൂ. ആദ്യം നമ്മൾ എന്താണ് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്, ഇൻഡെക്സ് ആണ്. അതിനുശേഷം നമ്മുടെ ലിസ്റ്റിലുള്ള ഐറ്റംസ് ആണ്. ഓക്കെ, ലിസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക.